Good morning everyone. So നമുക്കിവിടെ ഇവിടുന്ന് നമുക്ക് എൻട്രി എടുത്തേക്കും ഡൗൺ സൈഡിലേക്ക് നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ് സൈഡിലേക്ക് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ അല്ല. സോ നമ്മൾ ഡൗൺ സൈഡിലേക്ക് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. അതും 53,800 മുകളിലാണ് നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത്. കാരണം താഴേക്ക് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്, താഴെ വിക്ക് അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. പോരാത്തതിന് നമുക്ക് നിഫ്റ്റിയും നമുക്ക് അത്യാവശ്യം പോസിറ്റീവാണ് കാണിക്കുന്നത്. റീറ്റെയിൽ ബയേഴ്സിനാണ് അവിടെ ആക്റ്റീവ് ആക്കിയിരിക്കുന്നത്. സോ നമുക്ക് ഡൗൺ സൈഡിലേക്ക് തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതാണ് നമ്മളുടെ എൻട്രിക്കുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. സോ ഓൾമോസ്റ്റ് കറൻ്റ്ലി ഇപ്പോൾ മാർക്കറ്റ് നമുക്ക് നമ്മുടെ സൈഡ് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടി ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണം. കാരണം ഓൾറെഡി മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ആയിരിക്കുന്നത്. സോ അവിടെ റീറ്റെയിൽ ബയേഴ്സ് വരാൻ സാധ്യത കൂടുതലാണ്. ഡൗൺ സൈഡിന് ശേഷം ഇന്നലെ മാർക്കറ്റ് അപ്പ് സൈഡാണ് മൂവ് ചെയ്തത്. ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഉണ്ടായി. അതിനുശേഷം കുറച്ചൊരു പോസിറ്റീവാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. സോ അവിടെ റീറ്റെയിൽ ബയേഴ്സ് കൂടുതൽ ആക്റ്റീവ് ആകും. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി 50-90 മുകളിൽ ട്രേഡ് ചെയ്യുന്നു. സോ ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് ലെവലിന് അടുത്ത് വരെ മാർക്കറ്റ് മൂവ് ആയിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് നമുക്ക് ആ വിക്കൊന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രീമിയം അത്യാവശ്യം നമുക്ക് ഫേവറബിളായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിക്കൊന്ന് നിഫ്റ്റി ബാങ്കിൻ്റെ 53,707 ആ വിക്കൊന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും ടാർഗറ്റ് ഹിറ്റ് ആകും. കാരണം ഇല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു എമൗണ്ട് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. അത്ര അതിന് മുമ്പിട്ട് നമുക്ക് ആ ഈ വിക്കൊന്ന് ക്രോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ടാർഗറ്റ് ഹിറ്റാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആ രീതി തന്നെ പ്ലാൻ ചെയ്യാം. നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആവുന്ന റേഞ്ച് വരെ എത്തിയിട്ട് നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ആക്കാം. നമുക്ക് എന്തായാലും കൊടുക്കാം, ഒന്ന് ക്രോസ് ചെയ്യുന്ന സ്പോട്ടിൽ കൊടുക്കാം നമുക്ക്. സോ നമ്മളിവിടെ എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ ഫൈൻ, അത്യാവശ്യം മൂവ്മെൻറ്റ് നമുക്ക് കിട്ടി. നമുക്ക് ടാർഗറ്റ് അത്രയും പോയിൻറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അതിന് മുമ്പിട്ട് തന്നെ 51,707 ക്രോസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മളുടെ അറൗണ്ട് 140 പോയിൻറ്റ് താഴെ തന്നെ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അറൗണ്ട് 94 അടുപ്പിച്ച് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. 1:1.5 ആണ് നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ പ്ലാൻ ചെയ്തിരുന്നത്. അതുപോലെ നമ്മൾ ഫോളോ അപ്പ് എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമുക്ക് മാർക്കറ്റിൽ പ്രധാനമായും ചെയ്യാൻ. ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് നല്ലൊരു എൻട്രി കണ്ടെത്തുക. അതിനുശേഷം നമുക്ക് പിന്നെ വെയിറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അറൗണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു 93.5 94 അടുപ്പിച്ച് പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആസ് പെർ നമ്മളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ പ്രകാരം. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രധാനമായിട്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനുള്ളത്. പ്രോപ്പറായിട്ട് റിസ്ക് റിവാർഡ് നമുക്ക് ഫോളോ അപ്പ് ചെയ്യുക, പ്രോപ്പറായിട്ട് സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഇത് മാത്രമേ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ട്രേഡിങ്ങിൽ ചെയ്യാനുള്ളൂ. നമുക്ക് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് തന്നെ വീണ്ടും താഴേക്ക് പോയിട്ടുണ്ട്. സോ അത് നമ്മുടെ വിഷയമുള്ള കാര്യമല്ല. ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ. ബൈ.